സിപിഐഎമ്മിന് വൻ തിരിച്ചടിയായി മാറിയിരിക്കുന്നു കരുവന്നൂർ കേസിലെ PMLA കോടതിയുടെ ഉത്തരവ്. പ്രതികൾക്കെതിരെ പ്രഥമദൃഷ്ട്യാ തെളിവുകൾ ഉണ്ടെന്ന് വ്യക്തമാക്കിയ കലൂർ PMLA കോടതി കെ രാധാകൃഷ്ണൻ, AC മൊയ്തീൻ, MM വർഗീസ് അടക്കമുള്ള മുഴുവൻ പ്രതികൾക്കും സമൻസ് അയച്ചു. കേസുകളിൽ BJP ഇടപെടലുണ്ടെന്നും നിയമപരമായി നേരിടുമെന്നും AC മൊയ്തീൻ പറഞ്ഞു. എതിരാളികൾക്ക് ശക്തി പകരുന്ന വിധിയൊന്നും അതിലുണ്ടായിട്ടില്ല. അവസാന വാക്കല്ലല്ലോ PMLA കോടതി. അതിനു മുകളിൽ നിയമപീഠങ്ങളുണ്ട്, നിയമ സംവിധാനങ്ങളുണ്ട്. ഞങ്ങളതൊക്കെ നോക്കും. നീതിപീഠത്തിൽ അവസാന നിമിഷം വരെ ഞങ്ങൾ പോവും. നീതിപീഠത്തിൽ പോവും. രാഷ്ട്രീയമായിട്ടാണ് വരുന്നതെങ്കിൽ രാഷ്ട്രീയമായിട്ട് അതിനെ നേരിടുകയും ചെയ്യും. പരമോന്നത കോടതിയിൽ പോകേണ്ടി വന്നാലും നിയമ പോരാട്ടം തുടരുമെന്നും ഒരു തരം വേട്ടയാടലുകൾക്ക് മുന്നിലും മുട്ടുമടക്കില്ലെന്നും CPIM ജില്ലാ സെക്രട്ടറി KV അബ്ദുൽ ഖാദർ വ്യക്തമാക്കി. കേന്ദ്ര അന്വേഷണ ഏജൻസിയുടെ രാഷ്ട്രീയ പ്രേരിതമായിട്ടുള്ള ഒരു കേസാണിത്. ഇന്ത്യയുടെ ഏറ്റവും പരമോന്നതമായ കോടതിയിൽ പോകേണ്ടി വന്നാലും ആ നിയമപരമായിട്ടുള്ള പോരാട്ടം ഞങ്ങൾ തുടരും. ഒരു കാര്യം ഉറപ്പിച്ചു പറയാം, കേന്ദ്ര അന്വേഷണ ഏജൻസിയുടെ ഒരുതരം വേട്ടയാടലുകൾക്ക് മുന്നിലും മുട്ടുമടക്കാൻ CPIM ഇല്ല. ഏത് തരത്തിലുള്ള ത്യാഗം അനുഷ്ഠിക്കേണ്ടി വന്നാലും കേന്ദ്ര അന്വേഷണ ഏജൻസികളുടെ ഈ വേട്ടയാടലുകളെ ഞങ്ങൾ നേരിടും എന്ന കാര്യമാണ് ഈ സന്ദർഭത്തിൽ പറയാനുള്ളത്. നിയമപരമായിട്ടുള്ള എല്ലാ സാധ്യതകളും അതിനുവേണ്ടി പ്രയോജനപ്പെടുത്തും. എല്ലാ CPIM നേതാക്കളും അഴിക്കുള്ളിലാകുമെന്നായിരുന്നു BJP നേതാവ് B ഗോപാലകൃഷ്ണന്റെ പ്രതികരണം. മരണത്തിന്റെ മറവിൽ നാട്ടിലെ ജനങ്ങളെ വഞ്ചിച്ച് കരുവന്നൂരിൽ ഒന്നും നടന്നില്ല എന്ന് പറഞ്ഞ് നടന്നിരുന്ന CPIMന്റെ നേതാക്കന്മാർ അഴിക്കുള്ളിലേക്ക് ആകാൻ പോവുകയാണ്. പാവപ്പെട്ട ജനങ്ങളെ വഞ്ചിച്ച, ജനങ്ങളെ പറ്റിച്ച സാധാരണക്കാരായ ആളുകളുടെ നിക്ഷേപം മേടിച്ച് ആ നിക്ഷേപം അടിച്ചുമാറ്റി ആ നിക്ഷേപിച്ചവരും അല്ലാത്തവരുമായിട്ടുള്ള ആൾക്കാരുടെ പേരിൽ, നിരപരാധികളായിട്ടുള്ള ആളുകളുടെ പേരിൽ ലോൺ കൊണ്ടുവന്ന് എന്തൊക്കെ തട്ടിപ്പാണ് കരുവന്നൂരിൽ നടത്തിയിട്ടുള്ളത്. എന്തായാലും കരുവന്നൂരിലെ ED കേസ് ഇരകൾക്ക് നീതി ഉറപ്പാക്കുമോ എന്ന് തന്നെയാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. ജനങ്ങൾക്ക് എന്താണ് പറയാനുള്ളത് എന്ന് നോക്കാം. ലെവിൻ കെ വിജയൻ ചേരും ജനങ്ങൾക്കും. കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ് കേസിൽ പ്രഥമദൃഷ്ട്യാ CPM നേതാക്കൾക്കെതിരെ തെളിവുണ്ടെന്നാണ് കലൂർ PMLA കോടതി കണ്ടെത്തിയിരിക്കുന്നത്. അടുത്ത മാസം മുതൽ CPM നേതാക്കൾ വിചാരണ നേരിടണമെന്നും കോടതി ഉത്തരവിട്ടു. ഇക്കാര്യത്തിൽ പൊതുജനങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? അഭിപ്രായങ്ങൾ തേടാം. എൻ്റെ അഭിപ്രായത്തിൽ പറയണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവരും കള്ളന്മാരാണ്. ആരെയും പറ്റി ഞാൻ ഒന്നും പറയണില്ല. എല്ലാവരും എല്ലാവരുടെ നിലനിൽപ്പേ നോക്കണല്ലോ. നമ്മള് ജനങ്ങൾ പൊട്ടന്മാരായി മാത്രം. നമ്മൾ പത്ര റിപ്പോർട്ടൊക്കെ നോക്കുമ്പോൾ അവരറിഞ്ഞുകൊണ്ട് തന്നെയാണ്. അവരറിയാണ്ട് ഒന്നും നടക്കില്ലല്ലോ. അതിൻ്റെ മെയിൻ ആളുകളൊക്കെ എന്തോ ദുരുദ്ദേശമുള്ളതുകൊണ്ട് അവരതിനൊക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടാവും. ആണ് എനിക്ക് മനസ്സിലാവണം. ന്യൂസ് കാണുന്നതനുസരിച്ച് പത്രമൊക്കെ കാണുന്നു. തട്ടിപ്പ് കേസാവും, അല്ലാതെ പിന്നെ ഇതാവില്ലല്ലോ. തട്ടിപ്പ് കേസില്ലാതെ ഇങ്ങനെ ഒരു ചെറിയൊരു പ്രശ്നം വലുതാക്കിയിട്ട് ഇങ്ങനെ ആവാൻ ഒരു സാധ്യതയില്ല. തട്ടിപ്പ് കേസാവും, അല്ല വെറുതെ ഇതാക്കില്ലല്ലോ. പൈസ നാട്ടുകാരെ പിരിച്ചിട്ടുണ്ടെങ്കിൽ അത് കൊടുക്കണം. എന്തായാലും അത് ഇപ്പൊ കോടതി വിധി വന്നിട്ടുള്ളതാണ്. അത് അവർ നീട്ടി കൊണ്ടുപോവാണ്. തട്ടിപ്പ് തന്നെയാണ്, തട്ടിപ്പ് തന്നെ. പിന്നെ അവർക്കാണ് മെയിനായിട്ട് വേണ്ടത്. എത്ര പാവങ്ങള് ഓരോ കാര്യത്തിൽ പെട്ടുപോയി, കടക്കണിയിൽ പെട്ടുപോയിട്ടുണ്ട്. അതൊക്കെയാണ് ശരിക്കും അന്വേഷിക്കണത്. ആണെന്ന് ചോദിച്ചാൽ പ്രതികളാണല്ലോ, ആണെന്ന് തന്നെയാണ് കോടതി പറഞ്ഞ കാര്യങ്ങൾ ശരിയാണെന്ന് തോന്നുന്നു. ആരൊക്കെയാണോ കുറ്റക്കാരെങ്കിൽ അവര് അതിനെ എന്താ പറയുക, അതിൻ്റെ വിശദീകരണം അവർ കൊടുക്കുക വേണം. കാരണം സാധാരണക്കാരിൽ നിന്നാണ് ഇവർ ഈ സമാഹരണം മുഴുവൻ ചെയ്തിരിക്കുന്നത്. ഈ സാധാരണക്കാരെയാണ് അവർ വീണ്ടും ആ ഒരു ലെവലിലേക്ക് എത്തിച്ചിരിക്കുന്നത്. തൃശ്ശൂരുകാരോട് അഭിപ്രായം തേടിയപ്പോൾ CPM നേതാക്കൾക്ക് ചില ബന്ധങ്ങളെങ്കിലും ഈ കേസിൽ ഉണ്ടാകാമെന്നുള്ളതാണ് ഭൂരിഭാഗം ആളുകളും അഭിപ്രായപ്പെട്ടത്. കോടതിയിൽ നിരപരാധിത്വം തെളിയിക്കാൻ അവസരമുള്ളപ്പോൾ ഇവർ വേവലാതിപ്പെടേണ്ട കാര്യമില്ലെന്നും തൃശ്ശൂരിലെ വോട്ടർമാരിൽ ഏറിയ പങ്കും അഭിപ്രായപ്പെട്ടു. ക്യാമറമാൻ രാഹുൽ സുദേവിനൊപ്പം ലെവിൻ കെ വിജയൻ, ന്യൂസ് മലയാളം, തൃശ്ശൂർ.